ലേയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള പാങ്കോങ് തടാകം ലഡാക്കിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്ത്യയിലും ടിബറ്റിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഉപ്പു തടാകമാണ് പാങ്കോങ്. 24-ാം തീയതി പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ പാങ്കോങ് തടാകത്തിലേക്ക് യാത്ര തിരിച്ചു. നഗരം വിട്ടപ്പോഴേക്കും കിഴക്കൻ ചക്രവാളത്തിൽ വെള്ളകീറിക്കഴിഞ്ഞിരുന്നു. കാരുവിലൂടെ ഒരിക്കൽ കൂടി ഞങ്ങൾ കടന്നുപോയി. ഇത്തവണ ഇടത്തോട്ടാണ് തിരിയേണ്ടത്. കാരുവിൽ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇന്നർ ലൈൻ പെർമിറ്റിന്റെ ഒരു പകർപ്പ് ഇവിടെ നൽകണം. പെർമിറ്റുമായി ഡ്രൈവർ കർമ്മ ചെക്ക് പോസ്റ്റിലേക്ക് നീങ്ങി. കിഴക്കൻ ചക്രവാളത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ഒരു നിഴൽ ചിത്രം പോലെ ലഡാക്ക് മലനിരകൾ. മലകയറ്റത്തിന്റെയും ദുർഘടമായ യാത്രയുടെയും ഒരു ദിനം കൂടി ഞങ്ങളെ കാത്തിരിക്കുകയാണ്. താഴെ കാണുന്നത് ശക്തി ഗ്രാമവും താഴ്വരയുമാണ്. തരിശായി പരന്നുകിടക്കുന്ന ലഡാക്ക് ഭൂപ്രദേശങ്ങളിൽ ആസൂത്രിതമായി നിർമ്മിച്ച ഇത്തരം നിരവധി ഗ്രാമങ്ങളുണ്ട്. മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് ഭംഗിയാക്കിയ ഇത്തരം ഗ്രാമങ്ങളിൽ വ്യക്തമായ അതിർത്തികളോടുകൂടിയ കൃഷിയിടങ്ങളും വൈദ്യുതി സംവിധാനവും പോസ്റ്റ് ഓഫീസുമുണ്ട്. പാങ്കോങ് തടാകത്തിലെത്താൻ 5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ താമസം ഉൾപ്പെടെ 2 ദിവസത്തെ യാത്രാ പരിപാടിയാണ് പാങ്കോങ്ങിലേക്കുള്ളത്. എങ്കിലും ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചെത്തിക്കാമെന്ന് ഡ്രൈവർ ഉറപ്പു നൽകിയിരുന്നു. തിരിച്ചെത്താൻ രാത്രി വൈകും എന്ന് മാത്രം. യാത്രാക്ഷീണവുമുണ്ടാകും. ലേ മനാലി ഹൈവേയിലൂടെ എന്ന പോലെ പരുക്കൻ പർവ്വതപാതയിലൂടെ തന്നെയാണ് യാത്ര. വെറും 160 കിലോമീറ്റർ താണ്ടുന്നതിനാണ് 5 മണിക്കൂർ സമയമെടുക്കുന്നത്. മടക്കയാത്ര കൂടിയാകുമ്പോൾ ആകെ യാത്ര 10 മണിക്കൂർ. അല്പദൂരം പിന്നിട്ടപ്പോൾ ഒരു നീർച്ചാലിനരികെ വണ്ടി നിർത്തി. ഉരഞ്ഞു മിനുസപ്പെട്ട വെള്ളാരം കല്ലുകൾക്കിടയിലൂടെ താഴ്വരയിലേക്ക് ഒഴുകുകയാണ് ഈ മഞ്ഞുനീർച്ചാട്ടം. വണ്ടി നിർത്തി ഇറങ്ങിയ ഡ്രൈവർ കർമ്മ ചോലയുടെ മറുവശത്തെവിടെയോ അപ്രത്യക്ഷനായി. പ്രകൃതിയുടെ വിളിയോട് പ്രതികരിക്കാൻ പോയതായിരുന്നു അയാൾ. സന്തുഷ്ടനായി കർമ്മ തിരിച്ചെത്തിയതോടെ ഞങ്ങൾ യാത്ര തുടർന്നു. ലഡാക്കിലെ റോഡുകളുടെ വിശ്വരൂപം ഇവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടത്. ഒരു വശത്ത് അഗാധമായ കൊക്ക, മറുവശത്ത് കരിങ്കൽ കൂനകൾ.
രണ്ടിനുമിടയിൽ കൊയ്ത്ത് കഴിഞ്ഞ് ഉഴുതിട്ട പോലെ കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര കാളവണ്ടിയെ ഓർമ്മിപ്പിച്ചു. താമസിയാതെ ഞങ്ങൾ ചങ്കല ചുരത്തിലെത്തി. ഞങ്ങൾ ഇതുവരെ എത്തിച്ചേർന്ന ഏറ്റവും ഉയരം കൂടിയ ചുരമാണ് ഇത്. (17,586 അടി ഉയരത്തിലുള്ള ചങ്കല ചുരം ലോകത്തിലെ വലിയ മൂന്നാമത്തെ പർവ്വതച്ചുരമാണ്. പർവ്വത ശിഖരങ്ങളിലെ വെളുവെളുത്ത ഗ്ലേഷ്യർ അടുത്തു കാണാം. ചങ്കലയിലെ 2 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞങ്ങൾ തണുത്തു വിറച്ചു. ഇവിടെ 20 മിനിറ്റിൽ കൂടുതൽ ചിലവഴിക്കരുത് എന്നാണ് ആർമിയുടെ മുന്നറിയിപ്പ്. ആർമി ഔട്ട്പോസ്റ്റിൽ ചെന്നാൽ തണുപ്പിന് ആശ്വാസമായി കോംപ്ലിമെന്ററി ചായ ലഭിക്കും. എന്നാൽ ആ ചായ കുടിച്ചിട്ട് തന്നെയാകാം ബാക്കി കാര്യം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ആർമിയുടെ ഭക്ഷണശാലയിലേക്ക് കടന്നു. ഛർദിച്ചവശനായ അനൂപ് അച്യുതൻ മേശപ്പുറത്ത് സമാധിയായി. മോത്തി ബഹാദൂർ സിംഗ് എന്ന സൈനികൻ ഞങ്ങൾക്ക് ഇഞ്ചിയിട്ട ചുടുചായ പകർന്നു തന്നു. കോച്ചി വലിക്കുന്ന തണുപ്പിൽ യാത്രക്കാർക്കായി സേവനമനുഷ്ഠിക്കുന്ന സൈനികരോട് ഞങ്ങൾ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. മോത്തി ബഹാദൂർ സിംഗിനോട് ഞങ്ങൾ വിവരങ്ങൾ ആരാഞ്ഞു. ചായയോടൊപ്പം കഴിക്കാൻ മോമോയും വാങ്ങി. എന്നാൽ ഇത് സൗജന്യമല്ല, പ്ലേറ്റിന് 20 രൂപ. ഛർദിയും ഓക്സിജന്റെ കുറവും തലവേദനയും മൂലം അനൂപ് അച്യുതൻ അവശനായി കഴിഞ്ഞിരുന്നു. അനൂപിനെ ഞങ്ങൾ തൊട്ടടുത്ത ആർമി മെഡിക്കൽ എയ്ഡ് പോസ്റ്റിൽ കയറ്റി ഓക്സിജൻ നൽകി. ചങ്കല ചുരമിറങ്ങിയ ഞങ്ങൾ സോൽതക് ഗ്രാമത്തിലെത്തി. ഇവിടെ ഒരു യാക്ക് വളർത്ത് കേന്ദ്രമുണ്ട്. ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന കാട്ടുപോത്തിന്റെ ജനുസിൽപ്പെട്ട മൃഗമാണ് യാക്ക്. ടിബറ്റിലെ പ്രധാന വളർത്തുമൃഗമാണ് ഇത്. സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നതിനും ഇറച്ചി, വെണ്ണ, പാൽ എന്നിവയ്ക്ക് വേണ്ടിയും യാക്കിനെ വളർത്തുന്നു. സ്നോ ലാൻഡ് എന്ന യാക്ക് വളർത്തു കേന്ദ്രവും റെസ്റ്റോറന്റുമാണിത്. യാക്കുകൾ എമ്പാടും നിരന്നു കിടക്കുന്നു. ഉടമ യാക്കിനെ കറക്കുകയാണ്. ആ കാണുന്ന ചെറിയ ടെന്റാണ് റെസ്റ്റോറന്റ്. യാക്കിന്റെ പാലും യാക്കിൻ പാലിൽ തയ്യാറാക്കിയ ചായയും ഇവിടെ ലഭ്യമാണ്. ഡെർബുക്ക് ഗ്രാമവും കടന്ന് വീണ്ടും യാത്ര. അല്പം ചെന്നപ്പോൾ ഇത് പുഴയാണോ കുളമാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു. ലഡാക്കിലെ റോഡ് ഇങ്ങനെയൊക്കെയാണ് എന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. ഏറെ പോയില്ല, വീണ്ടും അതാ റോഡിലൊരു തടാകം. മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഉറവകളാണ് റോഡിൽ തടാകം തീർക്കുന്നത്. സുദീർഘമായ യാത്രയ്ക്കൊടുവിൽ ഉച്ചയോടെ ഞങ്ങൾ പാങ്കോങ് തടാകത്തിൽ എത്തിച്ചേർന്നു.
ഒറ്റനോട്ടത്തിൽ ഒരു ചെറിയ ജലാശയമാണെന്ന് തോന്നും. എന്നാൽ തടാകത്തിന്റെ ഒരറ്റം മാത്രമാണ് ഇത്. $134 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന തടാകത്തിന്റെ മറ്റേയറ്റം ടിബറ്റിലാണ്. വെറും 5 കിലോമീറ്റർ മാത്രമാണ് തടാകത്തിന്റെ പരമാവധി വീതി. തടാകത്തിന്റെ 60% ഭാഗം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ഗൂഗിൾ മാപ്പിൽ തടാകം ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നു. തടാകത്തിന്റെ 3 ഭാഗങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. മറുഭാഗത്ത് മലകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സമുദ്രം തന്നെ. കടൽ പോലെ ഉപ്പ് കലർന്ന വെള്ളമാണ്. വീശിയടിക്കുന്ന തിരമാലകളുമുണ്ട്. മഞ്ഞുകാലത്ത് പാങ്കോങ് തടാകം പരിപൂർണമായി ഉറച്ചുകിടക്കുകയായിരിക്കും. ലേയിൽ നിന്നും തിരിച്ചുമുള്ള യാത്ര സുദീർഘവും ദുർഘടവുമായതിനാൽ പാങ്കോങ് സന്ദർശിക്കുന്നവരിൽ ഭൂരിഭാഗവും രാത്രി ഇവിടെ തങ്ങുകയാണ് പതിവ്. അവർക്കുള്ള ടെന്റുകളും ഭക്ഷണശാലകളുമാണ് ഇവ. കരസേനയുടെ ഒരു നിരീക്ഷണ ബോട്ട് തടാകത്തിൽ റോന്തു ചുറ്റുന്നു. ലഘുഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി. തടാകത്തിന് സമാന്തരമായി ഏതാനും കിലോമീറ്റർ കൂടി റോഡിലൂടെ സഞ്ചരിക്കാം. മേഘാവൃതമായ നീലാകാശം പ്രതിഫലിക്കുന്ന പാങ്കോങ്ങിന്റെ അരികുപറ്റി ഞങ്ങൾ നീങ്ങി. ഇന്ത്യ ചൈന തർക്കപ്രദേശമായ അക്സായി ചിന്നിന്റെ ഒരു ഭാഗം കടന്നുപോകുന്നത് പാങ്കോങ് തടാകത്തിന് കുറുകെയാണ്. ലെ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇരു സൈന്യങ്ങളും തമ്മിൽ പാങ്കോങ് തടാക മേഖലയിൽ വെച്ച് ഏറ്റുമുട്ടുകയുണ്ടായി. ഇതിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയായിരുന്നു വിജയിച്ചത്. പാങ്കോങ് തടാക മേഖല ഇപ്പോഴും ഒരു സുരക്ഷാ ദുർബല പ്രദേശമായി തുടരുന്നു. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളും അവയെ തുരത്താനുള്ള സൈനിക നടപടികളും ഇവിടെ സാധാരണമാണ്. തടാകത്തിന്റെ അരികുപറ്റും തോറും വിശാലമായ നീല ജലാശയത്തിന്റെ വശ്യമായ കാഴ്ച തെളിഞ്ഞു വന്നു. ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പാങ്കോങ് തടാകത്തിൽ ജീവജാലങ്ങൾ നന്നേ കുറവാണ്. ഞണ്ടിനെ പോലുള്ള ജീവികളെയല്ലാതെ പാങ്കോങ്ങിൽ മത്സ്യങ്ങളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഉപരിതലത്തിൽ താറാവുകളും ചില കടൽ പക്ഷികളും കാണപ്പെടുന്നു. ഏഴ് കിലോമീറ്റർ പിന്നിട്ട ശേഷം ഡ്രൈവർ വണ്ടി നിർത്തി. ഉരുളൻ കല്ലുകൾ നിരന്നു കിടക്കുന്ന ഈ തീരം കടന്നു വേണം തടാകത്തിന്റെ മറുഭാഗത്തെത്താൻ. തടാകത്തിന്റെ അരികുപറ്റിയുള്ള ഈ റോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. മലഞ്ചെരുവിലൂടെ വളഞ്ഞു പൊളഞ്ഞ് മറ്റേതോ ഗ്രാമത്തിലേക്ക് അത് എത്തിച്ചേരുന്നു. തടാകത്തിന്റെ 3 ഇഡിയറ്റ്സ് പോയിന്റ് എന്ന ഭാഗത്തേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്.
ദൂരെ മഞ്ഞു പുതച്ചു കിടക്കുന്ന മലഞ്ചെരിവുകൾ. ഒറ്റനോട്ടത്തിൽ തടാകം കാണാമെങ്കിലും നടക്കാൻ ഏറെ ദൂരമുണ്ടായിരുന്നു. വിശപ്പും ക്ഷീണവും കടുത്ത വെയിലും മൂലം 3 ഇഡിയറ്റ്സ് പോയിന്റിലേക്കുള്ള യാത്ര ഏറെ ദുർഘടമായി തോന്നി. ഏറെ ദൂരം നടന്ന ശേഷം ഞങ്ങൾ തടാകത്തിന്റെ കരയിൽ എത്തിച്ചേർന്നു. തീരത്തിന്റെ അരികുവശം വക്രാകൃതിയിൽ തിരയെടുത്തിരിക്കുന്നു. കലർപ്പില്ലാതെ തെളിഞ്ഞ വെള്ളമാണ് പാങ്കോങ്ങിലേത്. ഇത് പാങ്കോങ്. കാണികൾക്കിതിനെ പുഴയെന്നോ കടലെന്നോ തടാകമെന്നോ വിളിക്കാം. മലയുടെ റാണിയെന്നോ കടലിന്റെ അനുജത്തിയെന്നോ ആകാശത്തിന്റെ കണ്ണാടിയെന്നോ ഏത് നിർവചനത്തിനും വഴങ്ങുന്ന നിഗൂഢ സൗന്ദര്യമാണ് പാങ്കോങ് തടാകം. തടാകത്തിന്റെ മധ്യത്തിലേക്ക് തള്ളി നിൽക്കുന്ന വീതി കുറഞ്ഞ കരഭാഗമാണ് 3 ഇഡിയറ്റ്സ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. ചേതൻ ഭഗത്തിന്റെ നോവലിനെ ആസ്പദമാക്കി 2009 പുറത്തിറങ്ങിയ 3 ഇഡിയറ്റ്സ് എന്ന ബോളിവുഡ് സൂപ്പർ ഹിറ്റ് സിനിമയുടെ അവസാന രംഗം ചിത്രീകരിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ഈ സിനിമ ഇറങ്ങിയ ശേഷം പാങ്കോങ്ങിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടായിട്ടുണ്ട്. ത്രീ ഇഡിയറ്റ്സ് പോയിന്റിൽ കുറെ നേരം ചിലവഴിച്ച ഞങ്ങൾ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. മഞ്ഞു പുതച്ച മലകളാണ് പശ്ചാത്തലത്തിൽ. സഞ്ചാരികളെ വഹിച്ചു വന്ന വാഹനങ്ങൾ തടാകത്തിന്റെ കരയിൽ അങ്ങിങ്ങായി നിർത്തിയിട്ടിരിക്കുന്നു. ഉരുളൻ കല്ലുകൾ നിരന്നുകിടക്കുന്ന പാതയിലൂടെ റോഡിലേക്ക് തിരിച്ചു നടന്നു. പാങ്കോങ് തടാകത്തെയും ഇന്ത്യ ചൈന അതിർത്തിയെയും ആമിർ ഖാനെയും കരീന കപൂറിനെയും പിന്നിലാക്കി ഞങ്ങൾ മടക്കയാത്രയായി. മടക്കയാത്രയിൽ നീർനായെ പോലുള്ള ഒരു ജീവിയെ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. മാൽമുത്ത് എന്നാണ് തദ്ദേശവാസികൾ ഇതിനെ വിളിക്കുന്നത്. സ്വയം കുഴിച്ചുണ്ടാക്കിയ മാളങ്ങളിലാണ് ഇവയുടെ താമസം. ഹിമാലയൻ മേഖലയിലെ സംരക്ഷിത ജീവികളുടെ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ. ഹിമാലയൻ മേഖലയിൽ മാത്രം കാണപ്പെടുന്ന പശ്മിന ആടുകളാണ് ഇവ. ഇവയുടെ രോമം കൊണ്ടാണ് പശ്മിന സിൽക്ക് ഉണ്ടാക്കുന്നത്. കാശ്മീരി പശ്മിന സിൽക്ക് ഏറെ പ്രസിദ്ധമാണ്. രാവിലെ പാങ്കോങ്ങിലേക്ക് പോകുമ്പോൾ ശക്തി ഗ്രാമത്തിന് മുകളിലൂടെ സഞ്ചരിച്ച ഞങ്ങൾ മടക്കയാത്രയിൽ ശക്തി ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ശക്തി ഗ്രാമത്തിലെ ഗോതമ്പ് പാടങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണാം. ഗ്രാമീണ ജീവിതത്തിന്റെ ഹൃദയസ്പന്ദനങ്ങളാണ് അല്പനേരത്തെ ഈ യാത്രയിലൂടെ ഞങ്ങൾ തൊട്ടറിഞ്ഞത്.
ലേയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ പാങ്കോങ് തടാകത്തോടൊപ്പം ശക്തി ഗ്രാമവും നെഞ്ചോട് ചേർത്ത് വെക്കാൻ ബാക്കിയായി.